ഹായ്, ഞാൻ സരിതാസി നായർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, മാനസാബൈ സരിത കൗൺസിലിംഗ് ആൻഡ് വെൽനസ് സെൻറ്റർ. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് നമ്മൾ പേരൻറ്റിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു. ഇന്നും ഒരു പേരൻറ്റിങ് സ്റ്റൈലിനെ പറ്റി തന്നെയാണ് ഞാൻ പറയുന്നത്. ടൈഗർ പേരൻറ്റിങ് സ്റ്റൈൽ. നമ്മൾ പണ്ട് ചാക്കോ മാഷിനെ കടുവ എന്ന് വിളിച്ചതൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ പണ്ട് മോഹൻലാലിൻ്റെ സിനിമയിൽ. അതുപോലെ ഒരു ചാക്കോ മാഷ് സ്റ്റൈൽ പേരൻറ്റിങ്, അതായത് കടുവ സ്റ്റൈൽ പേരൻറ്റിങ് ആണ് ടൈഗർ പേരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നമുക്ക് ആ സിനിമയായിട്ട് പലപ്പോഴും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹൈലി അക്കാഡമിക് ഓറിയൻറ്റഡ് ആയിട്ട് കുട്ടികളെ വളർത്തുക, അത്രയും സക്സസ്ഫുൾ ആകണം എൻ്റെ കുട്ടി, അത്രത്തോളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതോറിറ്റേറിയൻ പേരൻറ്റിങ് എന്ന്. അതുപോലെ സ്ട്രിക്റ്റ് അതോറിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പേരൻറ്റിങ് സ്റ്റൈൽ ഡിമാൻഡ്സ് ഹൈ അക്കാഡമിക് അച്ചീവ്മെൻറ്റ് ആൻഡ് സക്സസ്, അല്ലെങ്കിൽ ഒബീഡിയൻസ്. ഇതെല്ലാം ഡിമാൻഡ് ചെയ്യുന്ന ഒരു പേരൻറ്റിങ് സ്റ്റൈലാണ് ടൈഗർ പേരൻറ്റിങ് സ്റ്റൈല്. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ പേരൻസിൻ്റെ കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും ഈ ഒരു ടൈഗർ പാരൻറ്റിങ് സ്റ്റൈൽ പല ഫാമിലിയിലും കണ്ടുവന്നിരുന്നു. അത് ഭയങ്കര കോമൺ ആയിരുന്നു. അതായത് ഒബീഡിയൻസ് ബേസ്ഡ്, കാരണവന്മാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ പേടിച്ച് വിറയ്ക്കണം. അതുപോലത്തെ ഒരു ഒബീഡിയൻസ് ടൈപ്പ് ഓഫ് പേരൻറ്റിങ് വളരെ കോമൺ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെയൊക്കെ ഒരു ജനറേഷൻ ആയപ്പോൾ അതില്ലാന്നില്ല, ഉണ്ട്, പക്ഷേ കുറച്ച് കുറഞ്ഞു വന്നു. കുറച്ച് ഒരു കുട്ടികളുടെ ഇൻട്രസ്റ്റിനോട് കുറച്ചൊക്കെ ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈലിലേക്ക് വന്നു. ഇപ്പോൾ അത് തീരെ തന്നെ ഈ ടൈഗർ പാരൻറ്റിങ് സ്റ്റൈൽ പലയിടത്തും ഒഴിവാക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാലും പലയിടങ്ങളിലും ഇപ്പോഴും ഈ അക്കാഡമിക് ഒരു എക്സലൻസിലേക്ക് വരുമ്പോൾ പല പേരൻസും ഈ ടൈഗർ പാരൻറ്റിങ് സ്റ്റൈൽ പുറത്തെടുക്കുന്നതായിട്ട് കാണാറുണ്ട്. അതായത് ഹൈലി അക്കാഡമിക്കലി ഹൈലി ആയിട്ടുള്ളൊരു അച്ചീവ്മെൻറ്റ് അവർക്ക് കിട്ടണം, ഹൈ അച്ചീവ്മെൻറ്റ് കിട്ടണം. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒരു ഹൈ ലെവൽ ഓഫ് ഒബീഡിയൻസ്, കുട്ടികളുടെ ഒപ്പീനിയനോ അവരുടെ താല്പര്യത്തിനോ അവരുടെ നാച്ചുറലായിട്ടുള്ള ഒരു ബിഹേവിയർ സ്റ്റൈലിനോ ഒന്നും ഒരു പ്രാധാന്യവും കൊടുക്കാതെ പലപ്പോഴും ഒബീഡിയൻസിനും ഈ ഹൈ അക്കാഡമിക് ലെവലിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പാരൻറ്റിങ് ഇപ്പോഴും പലയിടത്തും കാണാറുണ്ട്. അതാണ് ടൈഗർ പാരൻറ്റിങ് സ്റ്റൈൽ. ഈ ടൈഗർ പാരൻറ്റിങ് സ്റ്റൈലിൽ സാധാരണയായിട്ട് കണ്ടുവരുന്നത് ഹൈ എക്സ്പെക്റ്റേഷനാണ്. കുട്ടികളിൽ നിന്ന് ഹൈ ലെവൽ ഓഫ് അക്കാഡമിക് ബ്രില്യൻസ് ഓർ അക്കാഡമിക് എക്സലൻസ് ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ A+ തന്നെ കിട്ടണം, A ഒന്നും അക്സെപ്റ്റബിൾ അല്ല. അതുപോലെ ഹൈ ലെവൽ ഓഫ് മാർക്ക് കിട്ടണം, വേറെ ഒരു രീതിയിലുള്ള ആക്ടിവിറ്റീസിനും അവരെ വിടാതിരിക്കുക, കളിക്കാൻ വിടാതിരിക്കുക, കൂട്ടുകാരുടെ കൂടെ കൂട്ടുകൂടാൻ വിടാതിരിക്കുക, എപ്പോഴും ഈ ഒരു അക്കാഡമിക് ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അത്രയും ഹൈ ലെവൽ ഓഫ് എക്സ്പെക്റ്റേഷൻ, കുട്ടിയുടെ കഴിവിനനുസരിച്ചല്ല, അതിൽ മുന്തിയ രീതിയിൽ കുട്ടിയാകണം. ആ ഒരു എക്സ്പെക്റ്റേഷനാണ് സാധാരണ രീതിയിൽ ടൈഗർ പാരൻറ്റിങ് സ്റ്റൈലിൽ കണ്ടുവരാറുള്ളത്. അതുപോലെ തന്നെ കുട്ടികളിൽ എല്ലാ കാര്യത്തിനും ഒരു കൺട്രോൾ ഉണ്ടാവുക, അവരുടെ ഓട്ടോണോമി അവരെ അനുവദിക്കാതിരിക്കുക. അതായത് ഇവർ ചെയ്യുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോലും ഫാദർ അല്ലെ മദർ, ഈ ആരാണ് ടൈഗർ പാരൻറ്റിങ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. കുട്ടികളുടെ ഫ്യൂച്ചർ, അവർക്ക് ഭാവിയിൽ എന്താണ്, അവരുടെ കരിയർ ഓപ്ഷൻസ് എല്ലാത്തിലും തന്നെ പേരൻസ് ആണ് ഇൻവോൾവ് ആയിട്ടിരിക്കുക. കുട്ടിയുടെ ഒപ്പീനിയനോ അവൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള താല്പര്യത്തിനോ അവൻ്റെ സ്കില്ലിനോ ഒന്നും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ, എല്ലാം അവന് ഓട്ടോണോമി ഉണ്ടാവാതെ എല്ലാത്തിനും ഫാദർ അല്ലെങ്കിൽ മദർ, അവരുടെ പേരൻസിൻ്റെ കൺട്രോൾ ഓവർ ഓട്ടോണോമി, അതാണ് വേറൊരു രീതിയിൽ ഈ ഒരു ടൈഗർ പാരൻറ്റിങ് സ്റ്റൈലിൽ കണ്ടുവരുന്ന വേറൊരു ക്യാരക്ടറിസ്റ്റിക്. പിന്നീടുള്ളത് ഒരു ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒബീഡിയൻസ് ആണ്. അപ്പോൾ അവരെ പേടിപ്പിച്ച് നിർത്തി അനുസരിപ്പിക്കുന്ന ഒരു രീതിയാണ്. എപ്പോഴും അവർക്കൊരു ഗിൽറ്റ്, ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും അവർക്ക് ഭയങ്കരമായ ഒരു ഗിൽറ്റ് കൊടുക്കുന്ന രീതിയിൽ അവരെ എല്ലാത്തിലും കൺട്രോൾ ചെയ്ത് ഭയങ്കരമായ പണിഷ്മെൻറ്റുകൾ കൊടുത്ത്, ത്രെട്ടൺ ചെയ്ത് ഹാർഷ് പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് റെസ്പെക്റ്റ് പിടിച്ച് മേടിച്ചിട്ട് എല്ലാ കാര്യത്തിനും ഒരു ബലം പിടിച്ചിട്ടുള്ള ഒരു പണിഷ്മെൻറ്റ് രീതിയോട് കൂടിയിട്ടുള്ള ഒരു ഒബീഡിയൻസ് വാങ്ങിക്കുക. കുട്ടികൾ സാധാരണ അവർക്ക് റെസ്പെക്റ്റൊക്കെ അവർക്ക് തോന്നിയാണ്, റെസ്പെക്റ്റ് ചെയ്യേണ്ടവർ റെസ്പെക്റ്റ് ചെയ്യണം അല്ലേ, അതല്ലാതെ റെസ്പെക്റ്റ് പിടിച്ച് മേടിച്ച് അവരെ കൊണ്ട് ത്രെട്ടൺ ചെയ്യിപ്പിച്ച് പണിഷ്മെൻറ്റ് കൊടുത്ത് അനുസരിപ്പിക്കുന്ന ഒരു രീതിയും ഈ ടൈഗർ പേരൻറ്റിങ് സ്റ്റൈലിൽ കാണാറുണ്ട്. പിന്നീട് അവർക്ക് ഓവറായിട്ട് അവർക്കൊരു വർക്ക് കൊടുക്കുക, അതായത് ഓവർ എംഫസൈസ് ഓൺ ഹാർഡ് വർക്കാണ്. എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യണം. അവർക്കൊരു ലെഷർ ടൈം ഒന്നും അനുവദിക്കാതെ, അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള നീഡ്സ് ഒന്നും അഡ്രസ്സ് ചെയ്യാതെ എപ്പോഴും അവരിൽ ഹാർഡ് വർക്ക് മാത്രം ഇമ്പോസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് പേരൻറ്റിങ് ആണ്. കുട്ടികൾക്ക് ഒരു റെസ്റ്റ് ടൈം പോലും കൊടുക്കാതെ, അവർക്ക് വേറൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ആകാതെ, അവരുടെ മെൻ്റൽ ഹെൽത്തിന് അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ വെൽബീയിങ്ങിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതെ ഗോൾ അച്ചീവ് ചെയ്യാൻ മാത്രമായിട്ടുള്ളൊരു പ്രഷർ കൊടുത്ത് പ്രഷറൈസ്ഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയും ഈ ടൈഗർ പേരൻറ്റിങ്ങിൽ കണ്ടുവരുന്നുണ്ട്.
ഈ ടൈഗർ പേരൻറ്റിങ് സ്റ്റൈൽ അനുഭവിച്ച് വരുന്ന കുട്ടികളിൽ ഉറപ്പായിട്ടും അവർക്ക് ചിലപ്പോൾ അക്കാഡമിക് ലെവൽ അവരുടെ ഹൈ ആയിരിക്കും. അവർ ഹൈ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാറുണ്ടാവും. അവർ ചിലപ്പോൾ അവരുടെ പ്രൊഫഷനിൽ ചിലപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടാകാം. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. ബിക്കോസ് പേരൻസ് ഇതേപോലെ അക്കാഡമിക്കലി എപ്പോഴും അവരെ ഇങ്ങനെ പുഷ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് ഹൈ ഡിസിപ്ലിനിൽ വളർത്തുന്ന കുട്ടികൾ ചിലപ്പോൾ അക്കാഡമിക്കലി അവർ ബെറ്റർ ആകാനും നല്ല ജോബ് കിട്ടാനും ഒക്കെ ചാൻസസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അവരുടെ ഇമോഷണൽ സൈഡ് അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് സൈഡ് എപ്പോഴും വീക്കായിട്ട് കാണാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ അഡൾട്ടാവും. കുട്ടികളുടെ പ്രായത്തിന് ചെറുപ്പത്തിൽ തൊട്ട് തന്നെ അഡൾട്ടിലേക്ക് എത്തുമ്പോഴും എല്ലാം അവരുടെ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും വളരെ വീക്കായിട്ട് ഫ്യൂച്ചറിൽ ഇവർക്ക് ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളിൽ കൂടി ക്രോണിക് ആയിട്ടുള്ള ഡിപ്രഷനിലൊക്കെ ഈ കുട്ടികൾ മുതിർന്നതിന് ശേഷം എത്തിപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മൾ തിരിച്ച് ഇവരുടെ ഡിപ്രഷൻ്റെയൊക്കെ റീസൺ അന്വേഷിക്കുമ്പോൾ പലരും അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ഡിപ്രഷൻ അല്ല ആങ്സൈറ്റി ആയിട്ട് വരുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് ചിന്തിക്കുമ്പോൾ ബാക്കിലേക്ക് സംസാരിക്കുമ്പോൾ അവിടെ ഒരു ഇതേപോലത്തെ ഒരു ടൈഗർ പേരൻറ്റിങ് സ്റ്റൈൽ കാണാൻ സാധിക്കാറുണ്ട്. പേരൻറ്റിങ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള പല ഇതുപോലുള്ള ബിറ്റർ എക്സ്പീരിയൻസുകൾ കൊണ്ട് മാത്രം അഡൾട്ട്ഹുഡിൽ ആങ്സൈറ്റി, ഡിപ്രഷനും സ്ട്രെസ്സും എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് കാണാം. ഇതെല്ലാം നമ്മൾ പുറകോട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ പുറകിലൊരു ടൈഗർ പേരൻറ്റ് അല്ലെങ്കിൽ ഒരു ടൈഗർ പേരൻറ്റിങ് സ്റ്റൈല് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ സാധിക്കാറുണ്ട്. രണ്ടാമതായിട്ട് ഒരു സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഈ കുട്ടികളിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരിക. അവർക്ക് അവരുടെ ഓഫ്കോഴ്സ് അവരുടെ പേരൻസിനോട്, പിന്നീട് അവരുടെ ലൈഫ് പാർട്ട്ണറോടായിക്കോട്ടെ, അവരുടെ കൂടെയുള്ള മറ്റേത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്, അവരുടെ കൊളീഗ്സിനോടായാലും ആരോടായാലും ആ റിലേഷൻഷിപ്പ് സ്റ്റൈല് ഒരിക്കലും ഒരു കറക്റ്റായിട്ട് തോന്നാറില്ല. ബിക്കോസ് അവർക്കൊരു റിലേഷൻഷിപ്പ് ഹാർമണി കീപ്പ് ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല ഈ ഒരു പേരൻറ്റിങ് അനുഭവിച്ച കുട്ടികളിൽ. പിന്നീട് പലപ്പോഴും അവർക്കൊരു കണ്ടുവരാറുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ ബിക്കോസ് എല്ലാത്തിനും ഇങ്ങനെ പുഷ് ചെയ്യുന്നൊരു പേരൻ്റാണ് അവർക്കുണ്ടായിരുന്നത്. എപ്പോഴും അവരെ ഫോഴ്സ്ഫുള്ളി പലതിനും നിർബന്ധിക്കുന്ന ഒരു പേരൻറ്റിങ് സ്റ്റൈല് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരിൽ ഫ്യൂച്ചറിൽ അവർക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മയും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അല്ലെങ്കിൽ പലപ്പോഴും ഒരു ഒരു ഇൻഡിപെൻഡൻസ് ഇല്ലായ്മ ഇതൊക്കെ നമുക്ക് കണ്ടുവരാറുണ്ട്. സോ ഈ ടൈഗർ പേരൻറ്റിങ് ഒക്കെ ഏജ് ഓൾഡ് സ്റ്റൈലാണ്. അതൊക്കെ നിർത്തേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളിൽ ഒരിക്കലും ഇതൊക്കെ വർക്കാവില്ല. വർക്കായേക്കാം, പക്ഷേ ഒരു ലോങ് റണ്ണിൽ പലപ്പോഴും അവരുടെ മെൻ്റൽ ഹെൽത്തിനെ ഡീപ്പായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമായി മാറിയേക്കാം. അത് മാത്രമല്ല പേരൻസിനോടുള്ള അവരുടെ അപ്രോച്ചിലും അവരുടെ റിലേഷൻഷിപ്പിലും വരെ വിള്ളലുകൾ വീണേക്കാം. അതുകൊണ്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യേണ്ട ഒരു പേരൻറ്റിങ് സ്റ്റൈലല്ല ടൈഗർ പേരൻറ്റിങ് സ്റ്റൈൽ. വീണ്ടും വേറൊരു വിഷയവുമായി നിങ്ങളെ കാണാം. അതുവരെ ബൈ. താങ്ക് യു.